പാട്ടെഴുത്തുകാരനായ ഒരു ജോത്സ്യനുണ്ട് പയ്യന്നൂരിൽ. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ സൂരജ് ബാലജ്യോതി ഇതുവരെ എഴുതിയത് 300-ലേറെ പാട്ടുകളാണ്. സൂരജ് ബാബു എന്ന സൂരജ് ബാലജ്യോതി പയ്യന്നൂരിലെ അറിയപ്പെടുന്ന ജോത്സ്യനാണ്. പക്ഷേ 300-ലേറെ പാട്ടുകളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹമെന്ന് അധികം ആർക്കും അറിയില്ല. ഭക്തിഗാനങ്ങളാണ് എഴുതിയവയിലേറെയും. എന്നാൽ ആൽബം പ്രണയഗാനങ്ങളും ഒട്ടും കുറവല്ല. പി ജയചന്ദ്രനും ജി വേണുഗോപാലും സുജാതയും രാധിക തിലകും സിബല്ല സദാനന്ദനും മധു ബാലകൃഷ്ണനും ബിജു നാരായണനും റിമി ടോമിയും ശ്രീനിവാസും സിന്ധു പ്രേംകുമാറുമെല്ലാം സൂരജ് ബാലജ്യോതിയുടെ വരികൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. വേണുഗോപാൽ മാത്രം 8 പാട്ടുകൾ പാടിയിട്ടുണ്ട്. 25 വർഷമായി ഇദ്ദേഹം പാട്ടെഴുതുന്നുണ്ട്. കോളേജ് കാലത്ത് തുടങ്ങിയ എഴുത്തിന് പിന്നീട് ഒപ്പം കൂട്ടുകയായിരുന്നു. ജ്യോത്സ്യത്തിനിടയിലും പാട്ടെഴുതുന്നതിനായി സൂരജ് ബാബു സമയം കടന്നു. കണ്ടങ്ങാളി കാരളി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പാട്ടാണ് ഒടുവിൽ ചെയ്തത്. മുത്തപ്പൻ ചരിതം നൃത്തശില്പത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. ഞാൻ തുടങ്ങിയത് 1999-ലാണ്. ഏകദേശം ഇപ്പം 26ഓളം വർഷം പൂർത്തിയാകുന്നു. ഇപ്പോഴത്തേക്ക് ഒരു 350-ഓളത്തിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഒരു 100-ലധികം ആൽബങ്ങളിൽ എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മളെ കാപ്പാട്ട് കഴകത്തിൻ്റെ ആദ്യത്തെ നമ്മളുള്ള സമയത്ത് കുറച്ച് മുന്നേയുള്ള കഴിഞ്ഞതിന് മുന്നേയുള്ളൊരു കളിയാട്ട സമയത്ത് കുറച്ച് അവിടുത്തെ 1-2 ശ്ലോകങ്ങളൊക്കെ എഴുതി അവിടെ ആ സമയത്ത് ഏകദേശം 95 മുതലാണ് എനിക്ക് ഈ ഒരു ഇത് തുടങ്ങിയത്. എനിക്ക് മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രസിദ്ധീകരിക്കണമെന്നുള്ള രീതിയിലേക്ക് വന്നത് ആ സമയത്താണ്. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് സൂരജിന്റെ വീട്. രമ്യയാണ് ഭാര്യ. അക്ഷയ് ദേവ്, ശ്രീദേവിക എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.